സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിച്ച് പ്രതിപക്ഷം. ജീവനക്കാർക്ക് 6 ഗഡു കുടിശ്ശികയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. 5 വർഷമായി ലീവ് സറണ്ടർ തടഞ്ഞു വെച്ചിരിക്കുന്നുവെന്നും ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാതെ കയ്യിൽ വെച്ചിരിക്കുന്നത് 1 ലക്ഷം കോടി രൂപയാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അതേസമയം ജീവനക്കാർക്ക് മികച്ച ആനുകൂല്യങ്ങളാണ് നൽകുന്നതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 22% വരെ DA കൊടുക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ സർക്കാരില്ലെങ്കിൽ DA സംവിധാനം തകർന്നു പോകുമെന്ന് ജീവനക്കാർക്ക് നന്നായി അറിയാമെന്നും കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. 2 DA ഈ വർഷം കൊടുക്കുമെന്ന് പറഞ്ഞു. അടുത്ത വർഷം 2 DA കൊടുക്കുമെന്ന് പറഞ്ഞു. മറ്റാനുകൂല്യങ്ങൾ തുടർന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. ആ 2 DAയും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സംസ്ഥാനത്ത് ഏകദേശം 5000-ഓളം കോടി രൂപയുടെ അധികമായ DA ഈ വർഷത്തെ സ്പെൻഡിൽ തന്നെ വരുന്ന തരത്തിലേക്ക് സർക്കാർ ജീവനക്കാർക്ക് വന്നിട്ടുണ്ട്. സാർ 20,000-ലധികം കോടി രൂപയാണ് സാർ ആ ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് അധിക ബാധ്യത വന്നത്. DA 16%-ഓളം DA അന്ന് ഒരുമിച്ച് ലയിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് അതായത് ഒരുമിച്ച് ശമ്പളത്തിൽ ലയിപ്പിക്കുകയായിരുന്നു ശമ്പള കമ്മീഷൻ്റെ ഭാഗമായിട്ട്. അതെല്ലാം ഈ സർക്കാർ കൊടുത്താണ്. സാർ, 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് സംസ്ഥാനത്ത് ഇതെല്ലാം കൊടുത്തത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഓർക്കണം. ഇപ്പോൾ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, ഈ സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ജീവനക്കാർക്ക് 6 ഗഡു കുടിശ്ശികയാണ് പ്രതിപക്ഷം എന്ന് ആരോപിച്ചു. ഈ ഒരു വിഷയത്തിൽ വാഗ്വാദങ്ങൾ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് സഭയിൽ നിന്നുള്ള വിശദാംശങ്ങൾ? ഹരിത, അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിച്ചത് പ്രധാനമായും സർക്കാർ ഉദ്യോഗസ്ഥരുടെ സമരം തന്നെയാണ്. അവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കണമെന്ന ആവശ്യത്തിനാണ് പ്രതിപക്ഷവും ചോദിക്കുന്നത്. അതേസമയം ധനമന്ത്രി ഇതിൽ വിശദീകരണം നൽകി. ഇത്തരം ഡിമാൻഡുകൾ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. എന്നാൽ ശരാശരി ആളുകളിൽ കേരളമായിരിക്കും മുന്നിലെന്നും ജീവനക്കാർക്ക് പ്രഥമ പരിഗണന നൽകുന്നത് ആണ് സർക്കാർ സമീപനമെന്ന് വ്യക്തമാക്കി. 30 ദിവസത്തെ സറണ്ടർ കൊടുക്കുന്ന ഏക സംസ്ഥാനം കേരളമാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 600 കോടി രൂപ വരും. അത് ഈ വർഷം തന്നെ കൊടുക്കുമെന്നും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. എന്നാൽ PC വിഷ്ണുനാഥ് MLA ഇതിന് മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരിൽ ചെറിയ ശതമാനം മാത്രമാണ് ഉയർന്ന ശമ്പളം വാങ്ങുന്നത്. 90% ജീവനക്കാർക്കും വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. അവർക്ക് 68 മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ അന്യമായിരിക്കുന്നത്. 5 വർഷമായി ലീവ് സറണ്ടർ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും താൽക്കാലികമായി ലീവ് സറണ്ടർ തടഞ്ഞു വെച്ചപ്പോൾ സമരം ചെയ്തവരാണ് ഈ 5 വർഷമായി ലീവ് സറണ്ടർ തടഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് പരിഹാസമുണ്ടായി. കുടിശ്ശിക കിട്ടാഞ്ഞിട്ടാണ് തന്നെ 6 മാസമായിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. മെഡിസിറ്റ് കൊണ്ട് ജീവനക്കാർക്ക് അപമാനമല്ലാതെ മറ്റു പ്രയോജനമില്ലെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാരിലെ ജീവനക്കാർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട്. ജീവനക്കാർ വരേണ്യ വർഗമാണെന്ന് ചിത്രീകരിച്ച് പൊതുജനങ്ങൾക്കിടയിൽ തമ്മിലടി ഉണ്ടാക്കുന്നുവെന്നും കുറ്റപ്പെടുത്തി. പിണറായി വിജയനൊപ്പം നിന്നുകൊണ്ട് സ്തുതിഗാനം എഴുതിയത് സഭയിൽ അവർ ആലപിച്ച് പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പാട്ട് പാടിയ ശേഷം ജീവനക്കാർ സ്റ്റേജിന് പിന്നിൽ കൂട്ടക്കരച്ചിലായിരുന്നുവെന്നും PC വിഷ്ണുനാഥ് MLA വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ധനമന്ത്രി ഇതിൽ പറയുന്നുണ്ട്, ഇടതുപക്ഷ സർക്കാരിലേക്ക് DA സംവിധാനം തകർന്നു പോകുമെന്നും ജീവനക്കാർക്ക് അത് നന്നായി അറിയാമെന്നുമാണ് ചൂണ്ടിക്കാട്ടിയത്. ജീവനക്കാർ ഉണ്ടെങ്കിലേ സർക്കാർ നിലനിൽക്കൂ. ബംഗാളിൽ ഏറ്റവും കൂടുതൽ പൊതുവിദ്യാലയങ്ങളുള്ള സംസ്ഥാനമായിരുന്നു. സ്റ്റാറ്റ്യൂട്ട് പെൻഷൻ കൊടുക്കുമെന്ന് തന്നെയാണ് സർക്കാർ നിലപാട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുത്തു തന്നെ ഈ സർക്കാർ മുന്നോട്ട് പോകും എന്നും മെഡിസപ്പ് ആദ്യ 1 വർഷം കൊടുക്കുന്നത് 500 കോടി രൂപയാണെന്നും അടിയന്തര പ്രമേയത്തിനുള്ള നിഷേധിക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നിഷേധിച്ചു. പിന്നാലെ പ്രതിപക്ഷ നേതാവ് വാക്കൌട്ട് പ്രസംഗം നടത്തി. ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാതെ കയ്യിൽ വെച്ചിരിക്കുന്നത് 1 ലക്ഷം കോടി രൂപയാണെന്നും ആരോപണം ഉയർന്നു. ഈ പണം സർക്കാരിന്റെ കയ്യിലാണെന്നും ഇത്രയും പണം കിട്ടിയിട്ടും സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി ദയനീയമാണെന്നും ചൂണ്ടിക്കാട്ടി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സാധാരണ UDF സർക്കാർ 11 ഗഡുവാണ് കൊടുത്തിരുന്നതെന്നും അതുവരെ കണ്ട ഏറ്റവും ഗതികെട്ട അവസ്ഥയിലായിരുന്നു സംസ്ഥാനത്ത് ഇപ്പോൾ ഉള്ളതെന്നും 20 ദിവസത്തെ ലീവ് സറണ്ടർ ആയിരുന്നു അന്ന് കൊടുക്കാനുണ്ടായിരുന്നത്. ഇന്ന് 30 ദിവസത്തെ കൊടുക്കാനുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സർവീസിൽ ചരിത്രത്തിൽ നിന്ന് കൊടുക്കാനുള്ളതിന്റെ 1/5 പണം ജീവനക്കാർക്ക് കൊടുക്കാനില്ലായിരുന്നുവെന്നും പറയുന്നു. അതിനെല്ലാം മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് പൂർണ്ണമായും ശമ്പള കമ്മീഷൻ പഠിച്ച് റിപ്പോർട്ട് വരാനുള്ള സമയമായെന്നും എന്നാൽ അതിനെ പോലും നിയോഗിച്ചിട്ടില്ലെന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. ഏതായാലും ഈ വിഷയങ്ങളിലെല്ലാം സർക്കാർ പറയുന്നത് കേരളത്തിന് വേണ്ടി പ്രതിപക്ഷം ധനകാര്യ കമ്മീഷന് മുന്നിൽ വാദിച്ചിട്ടുണ്ട്. അതായത് ഇതൊന്നും കൃത്യമായി നടപ്പിലാക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയം കൃത്യമായി പ്രതിപക്ഷം സ്വീകരിക്കുന്നുണ്ട്.
ഏതായാലും ജോയിന്റ് കൗൺസിൽ സമരം ചെയ്യുന്നുണ്ടെന്നും CPI അംഗങ്ങളെ കൂടി ഈ സമരത്തിൽ പങ്കെടുക്കാനായി വാക്കൌട്ട് ചെയ്യുമ്പോൾ ക്ഷണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പടിയിറങ്ങിയത്. വാക്കൌട്ട് പ്രസംഗം നടത്തി അദ്ദേഹം പ്രതിപക്ഷം സഭയിൽ നിന്ന് വിട്ടത്. വിഷ്ണു, തുടരുക. ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയുള്ള ഇടതു സർവീസ് സംഘടനയുടെ ഗാനം നിയമസഭയിൽ ആലപിച്ച PC വിഷ്ണുനാഥ് പാട്ടുപാടിയ ശേഷം ജീവനക്കാർ സ്റ്റേജിന് പിന്നിൽ കൂട്ടക്കരച്ചിലായിരുന്നു. വയലാർ ഇതുപോലെ എഴുതുമോ എന്നും വിഷ്ണുനാഥ് പരിഹസിച്ചു. ഈ ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതായിട്ട് അവരെന്ത് ചെയ്യും സാർ? ഈ ഇല്ലാതായ ദുഃഖമെല്ലാം കടിച്ചമർത്തിക്കൊണ്ടാണ് സാർ അവര് സെക്രട്ടേറിയറ്റിൽ നിന്ന് ചെങ്കൊടിക്കു കാവലാൽ ചെങ്കനൽ കണക്കൊരാൾ വർഗബോധ താരയിൽ തൊഴിലാളികൾക്ക് തോഴനായി ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനെ. സാർ വയലാർ എഴുതുമോ സാർ ഇതുപോലെ? പാലക്കാട്ടെ ബ്രൂവറി വിവാദം ആളിക്കത്തിക്കാൻ പ്രതിപക്ഷം വിഷയം ഉന്നയിക്കാൻ സ്പീക്കറുടെ അനുമതി തേടി. വിഷയം രമേശ് ചെന്നിത്തല സഭയിൽ ഉന്നയിക്കും. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി വിഷ്ണു കരുണാകരൻ നൽകും. വിഷ്ണു, ഈ ബ്രൂവറി വിവാദം ആളിക്കത്തിക്കാൻ പ്രതിപക്ഷം സഭയിൽ ഇന്ന് ഉന്നയിക്കാൻ രമേശ് ചെന്നിത്തല ഒരുങ്ങുകയാണ്. ഇതിന്റെ പേരിൽ പല പ്രശ്നങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ കോലം കത്തിക്കുന്ന നടപടികളിലേക്കടക്കം കടന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ന് സഭയിൽ എന്തൊക്കെ കോളിളക്കങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്? ഹരിത, ഈ ബ്രൂവറി വിവാദത്തിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സംസ്ഥാന സർക്കാർ ബ്രൂവറിക്ക് അനുമതി നൽകുന്നത് പാലക്കാട് ജലചൂഷണം ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടുന്നു, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിഷേധം ആയി മുന്നോട്ട് വരാനാണ് തീരുമാനം. എന്നാൽ നേരത്തെ തന്നെ പല വിഷയങ്ങളും തടഞ്ഞിരുന്ന സർക്കാർ ഇപ്പോൾ ഇതിനെ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നു എന്നുള്ള കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും അതിപ്പോൾ ചർച്ചയ്ക്കെടുക്കാമെന്ന് സ്പീക്കർ അനുമതി നൽകിയിട്ടുണ്ട്. അത് ചർച്ചയിൽ എന്തായാലും ഉണ്ടാകും. അതിനുശേഷം വലിയ രീതിയിലുള്ള വിമർശനം ഉയർത്തും ആരോപണങ്ങളുമായും രംഗത്തിറങ്ങാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ബ്രൂവറി വിവാദത്തിൽ വലിയ രീതിയിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് പ്രതിപക്ഷം ഒരുങ്ങിയിരിക്കുന്നത്. ഏതായാലും വളരെ വൈകാതെ തന്നെ അത് ചർച്ചയ്ക്കെടുക്കുക വലിയ രീതിയിലുള്ള വിമർശനത്തിനാണ് ഇപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്.